നിങ്ങൾ ഇത്രയും കാലം ബാങ്കിൽ FD ഇട്ടിരുന്ന രീതി തെറ്റാണ്. പക്ഷെ നിങ്ങളിങ്ങനെ കേട്ടോണ്ട് സമ്മതിക്കില്ലേ? എന്താ കാരണം എന്ന് ചോദിക്കും. കാരണം പറയാം. ഒന്നാമത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങളൊരു ബാങ്കിൽ FD ഇടുന്നു, ഒരു 5 കൊല്ലത്തേക്ക് FD ഇടുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ റിസർവ് ബാങ്ക് FDയുടെ പലിശ നിരക്ക് കൂട്ടി. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല. കാരണം നിങ്ങൾ FD ഇട്ട സമയത്തുള്ള പലിശ നിരക്ക് എത്രയാണോ അത് കുറവാണ്. ആ പലിശ നിരക്കെ നിങ്ങൾക്ക് ഈ 5 കൊല്ലവും കിട്ടുള്ളൂ. വേറൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങൾ ബാങ്കിൽ ഒരു FD ഇടുന്നു, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പണത്തിനൊരു ആവശ്യം വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു FD മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് പൊട്ടിക്കേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണം കിട്ടും, പക്ഷേ അത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന പലിശ കിട്ടാതെ ആവും. സോ സാധാരണ രീതിയിൽ ആൾക്കാർ ബാങ്കിൽ FD ഇടുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബാങ്കിൽ FD ഇടാൻ പറ്റുമല്ലോ. അതായത് നിങ്ങൾക്ക് FD ഇട്ടാലും പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാ മാസവും ഉയർന്ന പലിശ കിട്ടും. അതേപോലെ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂട്ടിയാൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ബാങ്കിൽ FD ഇടുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെ പറയുന്ന പേരാണ് FD ലാഡറിങ്. ഈ പരിപാടി കുറച്ച് കോംപ്ലക്സ് ആണ്, പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാം. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. സോ എങ്ങനെയാണ് FD ലാഡറിങ് ചെയ്യുന്നത് നോക്കാം. FD ലാഡറിങ്ങിന് 2 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപയുണ്ട്. ഈ 6 ലക്ഷം നിങ്ങൾക്ക് ബാങ്കിൽ FD ഇടണം. സോ ഈ 6 ലക്ഷം ഒരുമിച്ച് ഒരു FD ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി നടക്കില്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 6 ലക്ഷത്തിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 2 ലക്ഷം 2 ലക്ഷം 2 ലക്ഷം എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ 2 ലക്ഷം ഒരു 6 മാസത്തേക്ക് FD ഇടുക. ഇനി അടുത്ത 2 ലക്ഷം ഒരു വർഷത്തേക്ക് FD ഇടുക. ഇനി അടുത്ത 2 ലക്ഷം 1.5 വർഷത്തേക്ക് FD ഇടുക. സോ ഞാനൊരു ആക്സിസ് ബാങ്കിൻ്റെ പലിശ നിരക്ക് വെച്ചിട്ടാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കണ്ടാൽ അറിയാം. ആക്സിസ് ബാങ്കിൽ FD ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത് 1.5 വർഷം FD ഇടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പലിശ കിട്ടുന്ന 1.5 വർഷത്തേക്ക് ഒരു 2 ലക്ഷം FD ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറവ് പലിശ കിട്ടുന്ന ഒരു വർഷത്തേക്കും 6 മാസത്തേക്കും കൂടെ നമ്മൾ ബാക്കി എമൗണ്ട് FD ഇട്ടിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് ഈ വീഡിയോ സ്പോൺസർ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഇവരുടെ പലിശ നിരക്കിൻ്റെ ലിസ്റ്റ് എടുത്തു എന്ന് മാത്രം. സോ ഇങ്ങനെ ഈ 6 ലക്ഷത്തിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ FD ഇടുന്നു. ഇനി നിങ്ങളുടെ കയ്യിൽ 30 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടാം. നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ അതിങ്ങനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇടാം. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ FD മെച്യൂർ ആവും. സോ ഇവിടെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി നിങ്ങൾ ആ ഒരു 2 ലക്ഷം രൂപ എന്ത് ചെയ്യണം? 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷം നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാം. ഇനി 6 മാസം കഴിയുമ്പോൾ പണത്തിന് ആവശ്യമില്ലെങ്കിലോ ഈ എമൗണ്ട് നിങ്ങൾ വീണ്ടും FD ഇടണം. ഇത്തവണ FD ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇനിയും 6 മാസത്തേക്കല്ല ഇടേണ്ടത്. ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്ന എത്ര കൊല്ലത്തേക്കാണ്? 1.5 കൊല്ലത്തേക്ക്, അതായത് 18 മാസത്തേക്ക്. സോ ഈ ഒരു എമൗണ്ടിനെ 1.5 കൊല്ലത്തേക്ക് നിങ്ങൾ FD ഇടുക. വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ 1 കൊല്ലത്തേക്ക് ഇട്ട FD വീണ്ടും മെച്യൂർ ആവും. അതിനെയും എടുത്തിട്ട് 1.5 കൊല്ലത്തേക്ക് വീണ്ടും FD ഇടുക. വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ 1.5 കൊല്ലത്തിൻ്റെ FD മെച്യൂർ ആവും. ആ എമൗണ്ട് എടുത്തിട്ട് വീണ്ടും 1.5 കൊല്ലത്തേക്ക് FD ഇടുക. ഇനി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങളുടെ FD ഒരെണ്ണമെങ്കിലും മെച്യൂർ ആവും. ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആ എമൗണ്ട് ആ സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ അതിന് വീണ്ടും ഈ ഒരു 1.5 കൊല്ലത്തേക്ക് വീണ്ടും FD ഇടുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഇനി നിങ്ങളുടെ ബാങ്കിലുള്ള പലിശ നിരക്ക് നോക്കിയപ്പോൾ 3 വർഷത്തേക്കാണ് ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ 6 ലക്ഷത്തിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 2 ലക്ഷം 1 കൊല്ലം കഴിയുമ്പോൾ മെച്യൂർ ആവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത 2 ലക്ഷം 2 കൊല്ലം കഴിയുമ്പോൾ മെച്യൂർ ആവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്ത 2 ലക്ഷം 3 കൊല്ലം കഴിയുമ്പോൾ മെച്യൂർ ആവുന്ന രീതിയിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുമ്പോൾ നിങ്ങളുടെ ഓരോ FD വെച്ചിട്ട് മെച്യൂർ ആവും. എന്നിട്ട് ആ ഒരു സമയത്ത് ആവശ്യത്തിന് നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാം. ഇനി ഈ 6 ലക്ഷത്തിനെ ഓരോ ലക്ഷം വെച്ച് 6ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ 6 മാസം കഴിയുമ്പോൾ മെച്യൂർ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് FD ഇടാം. അങ്ങനെ വരുമ്പോൾ 6 മാസം കൂടുമ്പോൾ ഓരോ ലക്ഷം വെച്ച് നിങ്ങൾക്ക് കൈ കിട്ടും. ആ സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുന്നത് എങ്ങനെയാണ്, അതേപോലെ നിങ്ങളുടെ ബാങ്കിൽ ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് കിട്ടുന്നത് ഏതൊരു കാലയളവിലേക്കാണ്, ഇതെല്ലാം നോക്കിയിട്ട് എത്ര മാസം കൂടുമ്പോൾ മെച്യൂർ ആവുന്ന രീതിയിൽ FD ഇടണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ ഇങ്ങനെയാണ് FD ലാഡറിങ് ചെയ്യുന്നത്. സോ ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക നോക്കാം. ഒന്നാമത്തെ ഗുണം ഇതിൻ്റെ ലിക്വിഡിറ്റിയാണ്. നമ്മൾ ഈ 6 ലക്ഷം ഒരുമിച്ച് FD ഇട്ടിരുന്നെങ്കിൽ അത് മെച്യൂർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് വരുള്ളൂ. പക്ഷേ ഈ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിലേക്ക് വരും.
ആ സമയത്ത് പണത്തിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഈ 2 ലക്ഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ഇത് വെച്ച് നമുക്ക് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും 6 മാസത്തേക്കും 1 കൊല്ലത്തേക്കൊക്കെ പലിശ നിരക്ക് കുറവല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുക എന്നുള്ളത്. ആദ്യത്തെ സൈക്കിളിൽ പലിശ നിരക്ക് ഇത്തിരി കുറയും. പക്ഷേ രണ്ടാമത്തെ സൈക്കിളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് കിട്ടുന്ന കാലയളവിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അറ്റ് എ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 3 FDകൾ ഉണ്ടാവും. ഇതെല്ലാം ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് കിട്ടുന്ന രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അറ്റ് എ ടൈം ഒരു മാസം നിങ്ങൾക്ക് ഈ 6 ലക്ഷം ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ എത്ര പലിശ കിട്ടുമോ അത്രയും പലിശ തന്നെ 3 FDകളിൽ നിന്നുമായിട്ട് നിങ്ങളുടെ കിട്ടും. ഇനി പലിശ നിരക്ക് കൂടുമ്പോഴോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു 6 മാസം കഴിഞ്ഞ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂട്ടി, പേടിക്കണ്ട, നിങ്ങളുടെ ഏതെങ്കിലും ഒരു FD ആ ടൈമിൽ മെച്ചറാവും, അതെടുത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് കൂടുതൽ പലിശ നിരക്ക് കിട്ടും. 6 മാസം കഴിഞ്ഞ് അടുത്ത FD മെച്ചറാവും, സോ അതിന് വീണ്ടും എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോ 6 മാസം കഴിയുമ്പോഴും ഓരോ FD മെച്ചറാവുന്നതോടുകൂടി ആ ടൈമിലുള്ള ഉയർന്ന പലിശ നിരക്കിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ റെഗുലറായിട്ട് FD ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ FD ലാഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ബെനിഫിറ്റ് നേടിയെടുക്കാൻ പറ്റും. ഈ എളുപ്പത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, കറക്റ്റായിട്ട് FD മെച്ചറാകുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ പണികളുണ്ടെന്നുള്ളത്. നമുക്കിപ്പോൾ ബാങ്കിൽ FD ഇടണമെങ്കിൽ ബാങ്ക് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അക്കൗണ്ടിൽ കാശ് കിടക്കുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ ആ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് FD ഇടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ എൻ്റെ കയ്യിലുള്ള മൊബൈൽ ആപ്പുകളിലൊക്കെ ഈ FD മെച്ചർ ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അത് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവും, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റീഇൻവെസ്റ്റ് ആവും. സോ ആദ്യത്തെ ഒരു സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് റീഇൻവെസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മെച്ചറാകുമ്പോൾ തനിയെ റീഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത് മാനുവലി ചെയ്ത് കഴിഞ്ഞാലാണ് പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ പണം നമുക്ക് എടുക്കാൻ പറ്റുക. സോ ഇതത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള FD ലാഡറിങ് കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണമുള്ളതെന്ന് നോക്കാം. പ്രധാനമായിട്ടും റിട്ടയർഡായിട്ട് ബാങ്ക് FDയിൽ നിന്നുള്ള പലിശ വെച്ച് മാസച്ചെലവ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിനിടയിൽ പണത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ വരുമാനമില്ല. അപ്പോൾ ഈ ബാങ്ക് FD അവർക്ക് മൊത്തമായിട്ട് പൊട്ടിക്കേണ്ടി വരും. ആ പണം കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പല വഴിക്ക് പോകും. പക്ഷേ FD ലാഡറിങ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു എമൗണ്ടാണ് മെച്ചുറായി വരിക. ആ എമൗണ്ട് വെച്ച് കാര്യങ്ങൾ നടത്തുക, ബാക്കി പൈസ അവിടെ സേഫ് ആയിരിക്കും. പിന്നെ ഇവർക്കൊന്നും മ്യൂച്വൽ ഫണ്ടൊക്കെ പോലുള്ള കോംപ്ലക്സ് പരിപാടികൾ താല്പര്യം ഉണ്ടാവില്ല. ബാങ്ക് FD എന്ന് പറയുന്നത് എപ്പോഴും സേഫാണ്. സോ ആ ഒരു സേഫ്റ്റി ഇവർക്ക് കിട്ടുകയും ചെയ്യും. സോ റിട്ടയർഡ് ആയ ആൾക്കാർ അല്ലെങ്കിൽ മക്കൾ തന്നെ പാരൻസിന് വേണ്ടി FD ഇട്ടിട്ട് അതിൻ്റെ പലിശ പാരൻസിന് കിട്ടുന്ന പോലെ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരേ എമൗണ്ട് കുറേ കാലത്തേക്ക് ഇടാതെ FD ലാഡറിങ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇനി ബെനിഫിറ്റ് ഉള്ളത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അവർക്ക് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ മതി, റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ടുള്ള FDയിലേക്ക് പോകുമ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ഇവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ FD ലാഡറിങ് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡിറ്റിയും കിട്ടും, സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും, എല്ലാ മാസവും കറക്റ്റായിട്ട് പലിശയും കിട്ടും. സോ ഇതാണ് FD ലാഡറിങ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിലൊരു കമൻറ്റ് വിടുക. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് മതി, ബാങ്ക് FD എന്നോ FD ലാഡറിങ്ങെന്നോ അല്ലെങ്കിൽ ഗുഡെന്നോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് കൊണ്ട് ഈ വീഡിയോയ്ക്ക് കുറച്ചൊരു പുഷ് കിട്ടും. ഇതുപോലുള്ള ഫൈനാൻഷ്യൽ ടിപ്സിന് വേണ്ടി ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.